ജീവിത നൗക തുഴഞ്ഞു തുഴഞ്ഞു തീരം കാണാതലയുമ്പോ ജീവിത നൗക തുഴഞ്ഞു തുഴഞ്ഞു തീരം കാണാതലയുമ്പോ സ്നേഹത്തിൻ നാഥൻ ചുക്കാൻ പിടിച്ചു സ്വൈര്യമായി തീരത്തെത്തിക്കും. സ്നേഹത്തിൻ നാഥൻ ചുക്കാൻ പിടിച്ചു സ്വൈര്യമായി തീരത്തെത്തിക്കും. ജീവിത നൗക തുഴഞ്ഞു തുഴഞ്ഞു തീരം കാണാതലയുമ്പോ കാറ്റടിച്ചു തീരകൾ പൊങ്ങി എത്രയലഞ്ഞു ഞാൻ ഏകനായി. കാറ്റടിച്ചു തീരകൾ പൊങ്ങി എത്രയലഞ്ഞു ഞാൻ ഏകനായി. ഭയപ്പെടേണ്ട നെഞ്ചാരെയുണ്ട് ലോകത്തിൻ നാഥനാം ദൈവപുത്രൻ. ഭയപ്പെടേണ്ട നെഞ്ചാരെയുണ്ട് ലോകത്തിൻ നാഥനാം ദൈവപുത്രൻ. ജീവിത നൗക തുഴഞ്ഞു തുഴഞ്ഞു തീരം കാണാതലയുമ്പോ സ്നേഹത്തിൻ നാഥൻ ചുക്കാൻ പിടിച്ചു സ്വൈര്യമായി തീരത്തെത്തിക്കും. സ്നേഹത്തിൻ നാഥൻ ചുക്കാൻ പിടിച്ചു സ്വൈര്യമായി തീരത്തെത്തിക്കും. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതസമയത്ത് വീണ്ടും തിരുവചനമായി നിങ്ങളുണ്ടാകെ വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ജീവിത നൗക ആടി ഉലയുമ്പോൾ വിശ്വാസത്തിൻ്റെ നങ്കൂരമിട്ട് ഉറപ്പിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് അക്കരെ നാട്ടിൽ ചെന്ന് ചേരുവാൻ തൊക്കെ സാധിക്കും. അതിനെ ബേസ് ചെയ്ത് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ തൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതം ആസ്വാദകരമാക്കുവാൻ മനുഷ്യർ പല രീതിയിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട്. അതിലൊന്നാണ് ബോട്ട് സവാരി. കേരളത്തിലെ പ്രസിദ്ധമായ ഒന്നാണ് ഹൗസ് ബോട്ട് യാത്ര. വളരെ കൗതുകരവും ആനന്ദപ്രദമായ യാത്രയാണ്. അതിൽ തന്നെ ഭക്ഷണപാനീയങ്ങളും എല്ലാം സുലഭമാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസും സഹോദരന്മാരും ഒന്നിച്ചുള്ള കപ്പൽ യാത്രയെപ്പറ്റി 27-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ 13-ാം വാക്യത്തിൽ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി യാത്ര തുടരുമ്പോഴാണ് ഈശാനമൂലയിൽ നിന്ന് കൊടുങ്കാറ്റ് അടിച്ച് കപ്പലിനെ തകർക്കുന്നതും എല്ലാവരും കൈവിട്ടു പോകുവാനിടയായത്. അതുപോലെ യേശു ശിഷ്യന്മാരുമായി പടകിൽ യാത്ര ചെയ്യുമ്പോൾ പടകിനെ ഉലച്ചു തകർത്ത് കളവാൻ സാത്താൻ ശ്രമിച്ചപ്പോൾ യേശുവിനെ ഉണർത്തിയ ശിഷ്യന്മാർ കാണെ യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ച് അമർത്തിയതായി കാണുവാൻ സാധിക്കും. പ്രിയ ശ്രോതാക്കളെ, ഇവിടെ രണ്ട് വ്യത്യസ്തമായ പടകുകളെ കാണുവാൻ സാധിക്കും. ഒന്ന്, പൗലോസ് യാത്ര ചെയ്ത കപ്പൽ. അതിൽ യേശു ഇല്ലായിരുന്നു. അതിനാൽ ഈശാനമൂലൻ അടിച്ചപ്പോൾ കപ്പൽ തകർന്നു പോയി. എന്നാൽ ഭക്തനെ അതിൽ അകപ്പെട്ട് നശിപ്പിക്കുവാൻ സമ്മതിക്കാതെ രക്ഷിച്ചെടുത്തു എന്നത് മറന്നുകൂടാ. കാരണം തന്നിലൂടെ ദൈവപ്രവൃത്തി ഇനിയും തികച്ചെടുക്കുവാൻ ബാക്കിയുണ്ട്. അതാണ് രക്ഷപ്പെടുവാൻ കാരണമായത്. പ്രിയരെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ശത്രുവായ സാത്താൻ നിങ്ങളെ തകർത്തുകളവാൻ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിപ്പിച്ച് നിങ്ങളെ ഒതുക്കിക്കളവാൻ നോക്കും. ഒരുവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ മനസ്സിലാക്കിയാണ് ശത്രു പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ശുശ്രൂഷകളെ തകർത്തുകളവാൻ സമൂഹത്തിൽ നിന്നും സഭകളിൽ നിന്നും സ്വന്തം ഭവനത്തിൽ നിന്നും ഒക്കെ സാത്താൻ കൊടുങ്കാറ്റുകൾ അടുപ്പിക്കും. അപ്പോഴൊക്കെയും നീ വിശ്വാസത്തിൻ്റെ നങ്കൂരമിട്ട് ഉറപ്പിച്ചുകൊള്ളണം. അക്കരെ പോവുക എന്ന് അരുളി ചെയ്തവൻ അക്കരെ തന്നെ എത്തിക്കും. ഓളങ്ങളും തിരമാലകളും നോക്കിയാൽ പത്രോസിനെ പോലെ വെള്ളത്തിൽ താഴ്ന്നു പോകും. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്തപ്പോൾ പത്രോസിന് വെള്ളത്തിലൂടെ നടക്കുവാൻ സാധിച്ചു. ഇതുപോലെ യേശുവിൻ്റെ മുഖത്തേക്ക് ആര് നോക്കി യാത്ര തുടരുന്നുവോ അവർ വിശ്വാസത്തോടെയും യേശുവിനെ നോക്കി യാത്ര ചെയ്താൽ ഓളങ്ങളും തിരമാലകളും നിന്നെ മുക്കിക്കളയാതെ സൂക്ഷിക്കപ്പെടും. അടുത്തതായിട്ട് യേശു ഉണ്ടായിരുന്ന പടകാണ്. ശിഷ്യന്മാരുമായി യാത്ര ചെയ്തപ്പോൾ യേശു പടകിൽ ഉറങ്ങിയാണ്. ശിഷ്യന്മാർ ഓളങ്ങളും തിരമാലകളും കണ്ട് ഭയന്ന് യേശുവിനെ ഉണർത്തി. യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. നിൻ്റെ ജീവിതയാത്രയിൽ നൗകയുടെ മേൽ ആഞ്ഞടിക്കുന്ന ഓളങ്ങളും തിരമാലകളും കാറ്റിനെയൊക്കെ ഒരുപക്ഷെ കണ്ടെന്നു വരാം.
അതിനെ അഭിമുഖീകരിക്കേണ്ടി വന്നെന്നും വരാം. എന്നാൽ യേശുവിനെ വഹിച്ചുകൊണ്ടുള്ള യാത്രയാകുന്നു ഈ ചെയ്യുന്നെങ്കിൽ ഭാരപ്പെടേണ്ടതില്ല. യേശു പ്രതികൂലമായതിനെ ശാസിച്ച് നിന്നെ അക്കരെ എത്തിക്കുവാൻ വിശ്വസ്തനാണ്. കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ച സൃഷ്ടാവ് കൂടെയുണ്ടെങ്കിൽ ഒരിക്കലും പേടിപ്പാനില്ല. അഥവാ യേശുവിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ ചില അവസരങ്ങളിൽ ഇല്ലെന്ന് വരികയും ഭയപ്പെടേണ്ട, ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ടെന്ന് വാഗ്ദത്തത്തെ ഓർത്ത് വിശ്വാസത്തിന് നങ്കൂരമിട്ട് ഉറപ്പിച്ചു കൊള്ളണം. ശത്രുവിൻ്റെ പദ്ധതികളെ തകർത്തെറിയുവാനുള്ള ഏക മാർഗം വിശ്വാസമാണ്. അത് തീയുടെ ബലത്തേക്കെടുത്തും വാളിൻ്റെ വായ്ക്ക് തെറ്റും, സിംഹങ്ങളുടെ വായടപ്പിക്കും, ബലഹീനതയെ ശക്തി പ്രാപിക്കും, അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു കളവാൻ ഇടയാകും. ആകയാൽ ജീവിതനകയെ തകർത്തുകൊള്ളാൻ ദുഷ്ടപിശാച് ശ്രമിക്കുമ്പോൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക, യേശു എൻ്റെ പടകിലുണ്ട്. അക്കരെ നാടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന സിയോൻ യാത്രക്കാരാ, അക്കരെ എത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞവൻ അക്കരെ തന്നെ എത്തിക്കും. ഇസ്രായേൽ ജനത്തെ ചെങ്കടലിൽ തള്ളിയിട്ട് നശിപ്പിക്കാനുള്ള അവസരമായി സാത്താൻ ഉള്ളിൽ പ്ലാൻ ചെയ്തപ്പോൾ മറുകരയിൽ ജനത്തെ എത്തിച്ച് ചെങ്കടലിനെ വീണ്ടും പൂർവ്വസ്ഥിതിയിലെത്തിച്ച് സാത്താൻ്റെ അല്ലെങ്കിൽ ഫറവോൻ്റെ സൈന്യത്തെ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞ ദൈവിക പദ്ധതി എത്ര ശ്രേഷ്ഠമായതാണ്. നമ്മുടെ ദൈവത്തെപ്പോലെ വലിയ ദൈവം ആരുള്ളൂ? ജീവിതത്തിൽ സാത്താനുമായി വ്യാജ സമാധാനത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ യേശുവിനോടൊപ്പം കൊടുങ്കാറ്റിൽ ഏർപ്പെടുന്നതാണ് നല്ലതെന്ന് സ്റ്റീവൻ ലോസൺ തൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സാത്താനുമായിട്ടുള്ളൊരു സന്ധിയിലല്ല, അവനുമായിട്ടുള്ള യാത്രയല്ല, യേശുവുമായിട്ടുള്ള യാത്രയിൽ നമുക്ക് ഗോളങ്ങളും തിരമാലകളും വന്നാലും നമ്മുടെ പടകനെ മുക്കിക്കളവാൻ കോണം ശത്രു ശ്രമിച്ചെന്നാലും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. യേശു നമ്മുടെ കരത്തിൽ പിടിച്ച് നമ്മോട് കൂടെയുണ്ട്. ആകയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നമ്മുടെ യാത്ര ചെയ്യാം. നിന്നെ തകർത്ത് കളവാൻ തകണം ശത്രു വിവിധ രീതിയിലുള്ള തന്ത്രങ്ങളുമായി കടന്നു വന്നാലും ഭയപ്പെടേണ്ടതില്ല. യേശു പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.